€500,000 വില വരുന്ന ഒരു കോൺഫോക്കൽ മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക്. ജർമ്മനിയിൽ നിർമ്മിക്കുന്നവ. അത്തരമൊന്ന് ഇവിടെ നിർമ്മിക്കണമെങ്കിൽ 3-4 മാസമെടുക്കും. നിലവിലെ അവസ്ഥയിൽ അത് എത്ര നാൾ നീളുമെന്നും പറയാനാകില്ല. ഏതായാലും ഇറാന് ഇതൊരു മോറൽ വിക്ടറിയാണ്. ഇസ്രായേൽ ശാസ്ത്രമേഖലയുടെ അമൂല്യരത്നത്തിനാണ് അവർ കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ജീവശാസ്ത്രജ്ഞൻ ഒറൈൻ ഷൂൾഡനറിൻ്റെ വാക്കുകളാണിത്. കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണത്തിൽ തകർന്ന ലോകത്തെ തന്നെ പ്രശസ്ത ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നായ വിസ്മാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊഫസറാണ് അദ്ദേഹം. ഷൂൾഡിനറിൻ്റെ വിഭാഗത്തിൽ മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സുപ്രധാനമായ ലാബുകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും വൻ നാശനഷ്ടങ്ങളാണ് മിസൈൽ ആക്രമണത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലി ബിസിനസ് മാധ്യമമായ കാൽക്കാലിസ്റ്റ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം 2 ബില്യൺ ഷെക്കൽ $500 മില്യൺ സ്ഥാപനത്തിൽ മാത്രമുണ്ടായ നഷ്ടം. ഒരു കാര്യം മനസ്സിലുണ്ടാകണം, വെറുമൊരു വിദ്യാഭ്യാസ സ്ഥാപനമോ ശാസ്ത്ര ഗവേഷണ കേന്ദ്രമോ അല്ല വിസ്മാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇസ്രായേൽ സൈന്യത്തിനു വേണ്ട അതിനൂതനമായ ടെക്നോളജികളും പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ കരുത്തും നട്ടെല്ലുമാണ് ആ സ്ഥാപനം. വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നഷ്ടക്കണക്കുകളെക്കുറിച്ചും പുറത്തുവരുന്ന വിവരങ്ങൾ വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇക്കഴിഞ്ഞ ജൂൺ 15 പുലർച്ചെയായിരുന്നു വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന റഹോവോത്തിൽ ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ 3 റിസർച്ച് കെട്ടിടങ്ങൾ സമ്പൂർണ്ണമായി തകർന്നു. നിരവധി കെട്ടിടങ്ങൾക്ക് ഭാഗികമായും അല്ലാതെയും കേടുപാടുകൾ സംഭവിച്ചു. ഇതെല്ലാമായാണ് ആകെ $570 മില്യൺ നഷ്ടം കണക്കാക്കുന്നത്. അതായത് ഒറ്റ ആക്രമണം കൊണ്ട് സ്ഥാപനത്തിന് സംഭവിച്ചത് ഏകദേശം 4,935 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള ഫിസിക്കൽ ഡാമേജുകളുടെ കണക്ക് മാത്രമാണിത്. ശാസ്ത്ര ഗവേഷണങ്ങളിലും സാങ്കേതിക കണ്ടുപിടുത്തങ്ങളിലുമായി നേരിട്ട നഷ്ടക്കണക്കുകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. നിരവധി ഗവേഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന എത്രയോ അപൂർവ മൂലകങ്ങളും സാമ്പിളുകളുമെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബുകളിലുണ്ട്. അവിടെ ഒറൈൻ ഷൂൾഡറിന് കീഴിലുള്ള വിഭാഗത്തിൽ 15 ലാബുകളാണ് ആക്രമണത്തിൽ ചാരമായത്. യൂറോപ്യൻ റിസർച്ച് കൗൺസിലിൻ്റെ ഗ്രാൻഡോടെ നിർമ്മിച്ചവയായിരുന്നു അവയെല്ലാം. അത്രയും ലാബുകൾ ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ €2 മില്യൺ വരെ ചിലവാകുമെന്നാണ് ഷൂൾഡിനർ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് വെളിപ്പെടുത്തിയത്. ലൈഫ് സയൻസ് വിഭാഗത്തിൻ്റെ കെട്ടിടങ്ങളെയും ഒരു എൻവയോൺമെൻ്റൽ സയൻസ് സെൻ്ററിനെയുമാണ് ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതെന്ന് കാൽക്കലിസ്റ്റെക് റിപ്പോർട്ടിൽ പറയുന്നു. ക്യാൻസർ ഗവേഷണത്തിനായി പ്രത്യേകമായുള്ള കെട്ടിടവും അക്കൂട്ടത്തിലുണ്ട്. അത്തരത്തിൽ ഫർണിഷ്ഡ് ഒന്നുമല്ലാത്ത അടിസ്ഥാനപരമായൊരു ലബോറട്ടറി കെട്ടിടം നിർമ്മിക്കാൻ മാത്രം $50 മില്യൺ ചിലവ് വരുമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അക്കാദമിക വൃത്തം പറഞ്ഞത്. അത്യാധുനിക ശാസ്ത്ര ഉപകരണങ്ങൾ കൂടി സജ്ജീകരിക്കണമെങ്കിൽ ചിലവ് $100 മില്യൺ കടക്കും. ഹൈടെക് ആശുപത്രികളുടെയൊക്കെ നിലവാരത്തിൽ വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ചവയാണ് വിസ്മാനിലെ ലബോറട്ടറി കെട്ടിടങ്ങളെന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടിയത്. ചതുരശ്ര മീറ്ററിന് 25,000 ഷെക്കൽ ചിലവ് വരും. മൊത്തത്തിൽ ഒരു കെട്ടിടത്തിന് മാത്രം 250 മില്യൺ ഷെക്കൽ വരെ ചിലവ് വരുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ചില ലബോറട്ടറികളിലെ നാശനഷ്ടങ്ങളൊക്കെ വലിയൊരു ദുരന്തം പോലെയുണ്ടെന്ന് വിസ്മാൻ ബയോകെമിസ്ട്രി വിഭാഗത്തിൽ പ്രൊഫസറായ സാറേൽ ഫ്ലീഷ്മാൻ പറഞ്ഞു. സയൻസ് ലാബുകളിലെ വിജ്ഞാനങ്ങളെല്ലാം ഗവേഷകർ വർഷങ്ങളെടുത്ത് വികസിപ്പിച്ച ഡിവൈസുകളിലും ഫ്രീസറുകളിലും വസ്തുക്കളിലുമൊക്കെയാണ് ഉള്ളത്. അതിൽ ബാക്കിയുള്ളതെല്ലാം വീണ്ടെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് എല്ലാവരുമെന്നും ഫ്ലീഷ്മാൻ വെളിപ്പെടുത്തി. റിസർച്ച് വിഭാഗം ഒന്നാകെ തരിപ്പണമായിട്ടുണ്ട്. ചില ലാബുകളിലെ സാധന സാമഗ്രികളെല്ലാം സമ്പൂർണ്ണമായി നശിച്ചു. വർഷങ്ങളുടെ വൈദഗ്ധ്യവും പരിചയ സമ്പത്തുമെല്ലാം ചേർന്ന് വികസിപ്പിച്ച സാധനങ്ങളാണ് ചാരമായിരിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ ഗവേഷണങ്ങൾ അക്കൂട്ടത്തിലുണ്ട്. അതെല്ലാം ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ ഇനിയും വർഷങ്ങളെടുക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് സാറേൽ ഫ്ലീഷ്മാൻ. കെട്ടിടങ്ങൾക്കും ഗവേഷണങ്ങൾക്കും സംഭവിച്ച നാശനഷ്ടങ്ങളാണ് ഇത്രയും പറഞ്ഞത്. സംഭവം അക്കാദമിക സമൂഹത്തിനും ഇസ്രായേലിനും ഏൽപ്പിച്ച മാനസികമായ പരിക്ക് ചില്ലറയല്ല. ഇറാന്റെ ധാർമ്മികമായ വിജയമാണിതെന്ന് ഷൂൾഡിനർ പറഞ്ഞതും അതുതന്നെയാണ്. സർവകലാശാലയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഗവേഷകരുമെല്ലാം വലിയ ഞെട്ടലിലും മാനസിക സംഘർഷത്തിലുമാണെന്നാണ് വിസ്മാനിലെ ബയോമോളിക്കുലാർ സയൻസിൽ അധ്യാപികയായ ഡോക്ടർ സ്ലിൽ ആസ്തർ പറയുന്നത്.
ഞങ്ങളിൽ പലരും ക്യാമ്പസിലും പുറത്തുമുള്ള വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ താമസ സ്ഥലത്താണ് കഴിയുന്നത്. ക്യാമ്പസിലെ കെട്ടിടങ്ങളിൽ പലതിലും വലിയ ആക്രമണമാണ് ഉണ്ടായത്. എല്ലാവരും ഇപ്പോൾ ഭീതിയോടെയാണ് കഴിയുന്നതെന്നും അവർ വെളിപ്പെടുത്തി. പ്രഥമ ഇസ്രായേൽ പ്രസിഡന്റ് ഹെം വീസ്മാൻ 1934 സ്ഥാപിച്ചതാണ് ഈ ശാസ്ത്ര ഗവേഷണ കേന്ദ്രം. ഡാനിയൽ സെയ്ഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു ആദ്യത്തെ പേര്. ബയോകെമിസ്റ്റും സയനിസ്റ്റ് നേതാവും കൂടിയായ വീസ്മാൻ 1949 ഇസ്രായേലിൻ്റെ പ്രഥമ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് മാറ്റുന്നത്. 1940കളിൽ തൊട്ട് തന്നെ ഇസ്രായേലിൻ്റെ സൈനിക സാങ്കേതിക രംഗങ്ങളിൽ നിർണായക സംഭാവനകളാണ് ഈ സർവകലാശാല നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ AI, ഡ്രോൺ, സൈബർ പ്രതിരോധ ഗവേഷണങ്ങൾ ഇസ്രായേലിൻ്റെ സൈനിക സാങ്കേതിക രംഗങ്ങളുടെ നട്ടെല്ലാണ്. പ്രതിരോധ ആവശ്യാർത്ഥമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോൺ ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി മേഖലകളിൽ സുപ്രധാനമായ ഗവേഷണമാണ് അവിടെ നടക്കുന്നത്. നൂതന ആയുധ സംവിധാനങ്ങളും ആണവ ഗവേഷണത്തെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളും കേന്ദ്രത്തിൽ നടക്കുന്നുണ്ടെന്ന് യൂറോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബയോ ഇൻസ്പയർഡ് മെറ്റീരിയൽ, AI നിയന്ത്രിത ടാർഗറ്റിംഗ് സംവിധാനങ്ങൾ, യുദ്ധരംഗത്തെ എൻക്രിപ്റ്റഡ് ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിക്കുന്നുണ്ട്. ഗസയിൽ ഉൾപ്പെടെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഡ്രോണുകൾ മുതൽ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള സങ്കേതങ്ങൾ വരെ കേന്ദ്രം IDFന് നൽകുന്നുണ്ടെന്നാണ് വിവരം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ കരുത്തായ നിരവധി അതിനൂതന സങ്കേതങ്ങളും ആയുധങ്ങളുമെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ ഇപ്പോഴും വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു വാക്കിൽ സാങ്കേതിക തികവിൽ ലോകത്തെ ഏറ്റവും അത്യാധുനിക സൈനിക ശക്തിയായി ഇസ്രായേലിനെ മാറ്റിയതിൽ സുപ്രധാന റോൾ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ടെന്നും പറയേണ്ടി വരും.